നല്ല പടം. ഫഹദ് പൊളിച്ച്. നല്ല പിന്നെ നല്ല സെറ്റ് പടം കണ്ടു. വേറെ അടിപൊളി അടിപൊളി വേറെ എന്താ ഒന്നും പറയാം. എല്ലാരും ഇവിടെ സജിൻ ചേട്ടൻ, ബിബി, അജുവല, ഗിഫ്സർ, മിഥുൻ, റോഷൻ എല്ലാരും ഇവിടെ. പാപ്പ എല്ലാരും ഒന്നും പറയല്ല. മാസ് കോമഡി അടിപൊളിയാണ്. റോമാൻസ് ഇത് ആവേശമാണ്, ഫുൾ ആവേശം. റോമാൻസിനെക്കാളും ആവേശം അതാണ്. അത്രേ ഉള്ളൂ. ആക്ഷൻ എല്ലാം നിങ്ങൾ പോയി കാണാം. നല്ല ഫൈറ്റ് ഒക്കെയാണ്. ഫുൾ എൻഗേജ്, ഭയങ്കര മാസ്. എല്ലാം വർക്കായി. ഹ്യൂമർ ഉണ്ടായിരുന്നു, മാസ് ഉണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി. ഞങ്ങൾ ഒരു ഫണ്ണായിട്ടുള്ള എന്റർടൈൻമെന്റ് ആണ്. മ്യൂസിക് ആണെങ്കിലും എന്താണ് അടിപൊളിയാണ്. നമ്മുടെ മ്യൂസിക് ആണെങ്കിലും നല്ല അടിപൊളി സിനിമയാണ്. ഒരു ഫണ്ണായിട്ട് എന്റർടൈൻമെന്റ് വൈബാ. ഒരു ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കോമഡി പടം. പക്ഷെ ഇത് കോമഡി ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആക്ഷൻ. അതായത് നമ്മളൊരു മാസ സീൻ കണ്ടിട്ട് ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആ ഒരു സീനിന്റെ അവസാനം തന്നെ ഒരു കോമഡി ആക്കുക എന്ന് പറയുമ്പോൾ, അപ്പം നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു തരം കോമഡിയാണ് ഈ പടത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. ഒരു പാപ്പാടെ റീ എൻട്രി തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു രക്ഷയില്ലാത്ത പടം. അതായത് BGM ഒക്കെ ഉണ്ടല്ല, സുഷിതാമിന്റെ മ്യൂസിക്കും എല്ലാരും ഒന്നിനൊന്ന് വെച്ചോ. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു എനിക്ക് തോന്നിയത് നമ്മുടെ മല്ലയും മല്ലയ അറിയില്ലേ, മല്ലയും മറ്റേ ഷമ്മിയും കൂടി ഒരു ക്രോസ് ബ്രീഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം അമ്മാതിരി ഒരു ലെവല് വന്നിട്ടുണ്ട്. എന്തായാലും നല്ല പടം. അതാ പറഞ്ഞേ, അതായത് മറ്റേ ഷമ്മിയുടെ ഒക്കെ ഒരു ഇതില്ലേ, ഒരു കട്ടൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ചെറിയ രീതിയില്. ആവേശമാണ്. അതായത് പിന്നെ കൊണ്ടുപോകും. അതായത് ഞാൻ ബാക്കിയുള്ള പടങ്ങളല്ലോ കണ്ടല്ലോ, എങ്ങനെയാന്ന് പറഞ്ഞൂടാ. ഈ പടം എന്തായാലും ഒരു മാസം എന്റർടൈനർ ആയിട്ട് കാണാം. മമ്മൂട്ടി ഞാൻ കണ്ടില്ല. അമ്മയൊന്നുമല്ല, രംഗ മോനെ എക്സലന്റ്. ഈ സ്പിൻ ഓഫ് എന്ന് പറഞ്ഞാൽ